ഈ സ്ത്രീ ഒരിക്കലും നേരെ സഞ്ചരിക്കുന്നവരല്ല. വളഞ്ഞ വഴിയിലൂടെ മാത്രം ജീവിതത്തിൽ ഉയരങ്ങൾ നേടിയവരാ ഇവര്. സേതുമാധവൻ സ്വമേധയാ ഈ ഡോക്യുമെന്റിൽ ഒപ്പിട്ടതാണോ അതോ അദ്ദേഹം ഒപ്പിടാൻ നിർബന്ധിതനായതാണോ എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയും യുവർ ഓണർ? പ്രതിഭാഗം സേതുമാധവനെ നിർബന്ധിച്ച് ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിടിവെച്ചുവെന്ന് അദ്ദേഹത്തിന്റെ മക്കൾ 4 പേരും ഒരേ സ്വരത്തിൽ വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BNS സെക്ഷൻ 351, സെക്ഷൻ 38 എന്നീ വകുപ്പുകൾ പ്രകാരം എതിർകക്ഷി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ പ്രവൃത്തിയാണ്. യുവർ ഓണർ, സേതുമാധവൻ എതിർകക്ഷിയായ അവന്തികയ്ക്ക് സ്വത്തുക്കളെല്ലാം ഒപ്പിട്ടുകൊടുത്തു എന്ന് പറയുന്ന ആ സമയം സേതുമാധവന്റെ സ്വത്തുക്കളും കമ്പനിയെല്ലാം നോക്കി നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും ചേർന്ന. അതിൽ വാദിയായിരുന്ന സച്ചിദാനന്ദൻ ഈ കോടതിയിൽ ഹാജരുണ്ട്. ജന്മം നൽകിയ ഒരു അച്ഛൻ തന്റെ സ്വത്തുക്കൾ സ്വന്തം രക്തത്തിൽ പിറന്ന 3 ആൺമക്കൾക്കും 1 മകൾക്കും എഴുതി കൊടുക്കാതെ മൂത്ത മകന്റെ ഭാര്യയായി കയറി വന്ന് മരുമകൾക്ക് മാത്രമായി എഴുതി കൊടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല യുവർ ഓണർ. വാദിഭാഗത്തിന്റെ ഈ വാദം കേൾക്കുമ്പോ ചിരിക്കാനാണ് യുവർ ഓണർ തോന്നുന്നത്. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് തന്റെ സ്വത്തുക്കൾ എഴുതി കൊടുത്തുകൂടെ? അതിലെന്താണ് ഇത്ര തെറ്റ്? സ്വന്തം മക്കൾ അറിയാതെ മരുമകൾ അമ്മായി അച്ഛനെ നിർബന്ധിച്ച് സ്വത്തുക്കൾ എഴുതി വാങ്ങുന്നത് തെറ്റ് തന്നെയാണ് വക്കീലെ. അങ്ങനെയാണെങ്കിൽ തെളിയിച്ച് കാണിക്കേ. മിസ്റ്റർ കൗൺസിൽ, ലെറ്റ് ഹിയർ ഫിനിഷ്. യു പ്ലീസ് സിറ്റ് ഡൗൺ. യുവർ ഓണർ, യു മേ കണ്ടിന്യൂ. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയപ്പെടുന്ന സേതുമാധവനും അദ്ദേഹത്തിന്റെ മക്കളും തമ്മിൽ ഒരു സ്വത്ത് തർക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവര് തമ്മിൽ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയുമാണ് ജീവിച്ചിരുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ മക്കൾക്ക് സ്വത്ത് നൽകാതെ മരുമകൾക്ക് മാത്രമായി എല്ലാ സ്വത്തും എഴുതി കൊടുത്തു എന്ന് പറയുന്നത് തികച്ചും സംശയാസ്പദം തന്നെയാണ് യുവർ ഓണർ. അത് തെളിയിക്കാൻ സാധിക്കൂ? യെസ് യുവർ ഓണർ, തെളിയിക്കാൻ സാധിക്കും. അതിന് ഈ കേസിലെ എതിർകക്ഷിയായ സേതുമാധവന്റെ മൂത്ത മരുമകളായ അവന്തികയെ ഒരിക്കൽ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയെ ഈ കോടതി മുമ്പാകെ വിസ്തരിച്ചു കഴിഞ്ഞതാണ്. ഇനി ഒരിക്കൽ കൂടി വിസ്തരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് ഡിഫൻസ് കൗൺസിൽ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, കോടതിയല്ലേ. പെർമിഷൻ ഗ്രാൻഡഡ്. താങ്ക് യു യുവർ ഓണർ.
ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. യുവർ ഓണർ, മേ ഐ? യെസ്, പ്രൊസീഡ്. അവന്തികയുടെ ഇടത് കൈവെള്ളെന്ന് കാണിക്കാമോ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? കാണിക്കൂ. വക്കീല് നിയമമാണോ അതോ കൈനോട്ടമാണോ പഠിച്ചത്? രണ്ടും. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭാഗ്യരേഖയിൽ മങ്ങൽ. കൈവന്ന ഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടാൻ സമയമായി. ബുദ്ധിരേഖ വക്രം. അപ്പോ നേരായ വഴിയിലൂടെ അല്ല ജീവിതത്തിൽ ഇതുവരെ സഞ്ചരിച്ചതൊന്നും, അല്ലേ? ചതിച്ചു നേടിയതൊക്കെ നഷ്ടപ്പെടുന്ന പേടിയുണ്ടോ? ഞാൻ ആരെയും ചതിച്ചൊന്നും നേടിയിട്ടില്ല. വക്കീലിന് ഹസ്തരേഖയും വശമുണ്ടെന്ന് തോന്നുന്നല്ലോ. യെസ് യുവർ ഓണർ. ഹസ്തരേഖ നോക്കി ഒരാളുടെ സ്വഭാവവും ഭാഗ്യനിർഭാഗ്യങ്ങളും പറയാൻ പറ്റും. പക്ഷെ അത് ശാസ്ത്രീയമായ തെളിവല്ലല്ലോ. കോടതിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറിയാം യുവർ ഓണർ. ഞാൻ വെറുതെ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് പഠിക്കുമായിരുന്നു. ഈ സ്ത്രീ ഒരിക്കലും നേരെ സഞ്ചരിക്കുന്നവരല്ല. വളഞ്ഞ വഴിയിലൂടെ മാത്രം ജീവിതത്തിൽ ഉയരങ്ങൾ നേടിയവരാ ഇവര്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത് എന്റെ കക്ഷിയെ പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും അല്ല യുവർ ഓണർ. പ്രതിഭാഗത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ഹസ്തരേഖ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് വാദിഭാഗത്തിന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്? പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പുതിയ തെളിവുകളെക്കുറിച്ചാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. യെസ്, പ്രൊസീഡ്.